പ്രണയകാലം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇച്ചായ, ആ ഫോൺ എടുക്ക്. ഏതോ അത്യാവശ്യക്കാരാണെന്നാ തോന്നുന്നേ. 2-3 വട്ടമായി അത് കിടന്ന് കരയുന്നു. സണ്ണി ആദമിനെ തട്ടി വിളിച്ചു. അന്നേരവും ആദമിൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ആദം ഒന്നൂടെ ചുരുണ്ടുകൂടി കസേരയിൽ തന്നെ കിടന്നു. ഓഹ്, ഇങ്ങേരെക്കൊണ്ട്. സണ്ണി പിറുപിറുത്തുകൊണ്ട് ഒരുവിധം ആദമിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ പുറത്തെടുത്തു. കാൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയോട് ചേർത്തു. ഹലോ, ആരാ? ആദം എവിടെ? മറുഭാഗം അലീനയുടെ ശബ്ദം പതിഞ്ഞുപോയി. ഇച്ചായ എവിടെ ഉണ്ട്? ഇതാരാ? സണ്ണി പതിവില്ലാതെ ഒരു സ്ത്രീ ശബ്ദം കേൾക്കെ ആദമിൻ്റെ ഫോണിൽ നിന്നും കേൾക്കെ സംശയത്തോടെ ചോദിച്ചു. ഞാനാ, അലീന. അലീന ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞു. അപ്പുറം സണ്ണിയുടെ ഒച്ച നിലച്ചുപോയി. ശബ്ദത്തിൽ കാറ്റുപിടിച്ചു. ഇച്ചായ. അവൻ തൊണ്ട ഒന്നുകൂടി നേരെയാക്കി. ഇച്ചായ, ദേ വിളിക്കുന്നു, കൊച്ചു വിളിക്കുന്നു. അവൻ ആദമിനെ തട്ടി വിളിച്ചു. ഏത് കൊച്ച്? ആദം സണ്ണിയുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് കണ്ണു തുറക്കാതെ ചോദിച്ചു. ദേ നിങ്ങളുടെ കൊച്ച്, ആദമിൻ്റെ ഹവ്വ. അല്ലല്ലല്ല, ആദമിൻ്റെ അലീന. സണ്ണി ആവേശം പൂണ്ടു. എന്നതാ? ആദം ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഇരുന്ന് ഫോൺ കയ്യിൽ വാങ്ങി അതിലേക്ക് ഉറ്റുനോക്കി. ആഹാ, അലീന എന്ന പേരിന് 2 കുപ്പി കള്ളിൻ്റെ ഹാങ് ഓവർ ഒരുക്കി കളയാമുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടോ? കൊള്ളാലോ. സണ്ണി മേശപ്പുറത്തിരുന്നിരുന്ന ഒഴിഞ്ഞ 2 മദ്യക്കുപ്പികൾ എടുത്ത് കയ്യിൽ പിടിച്ചു. പതിയെ ആദമിനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അന്നേരവും ആദം ഫോണിലേക്ക് തന്നെ മിഴികൾ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ആകാശം, ഭൂമി, സൂര്യചന്ദ്രന്മാർ, താരാഗണങ്ങൾ എന്നിവയ്ക്ക് ശേഷം ആദം പിറന്നു. അവന് തുണയായി അവൻ്റെ വാരിയലിൽ നിന്നും ഹവ്വയും. പക്ഷേ ഭൂമിയിലെ ഈ കുഞ്ഞു സ്വർഗത്തിൽ നിന്റെ വാരിയലുകൊണ്ട് പടച്ചു വിട്ടത് എന്നെയാണ് ആദം, നിന്റെ അലീനയെ. അവളുടെ സ്വരം അവൻ്റെ കാതുകളിൽ മുഴങ്ങി. ആദം വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ, അവൻ്റെ സ്വരം നേർത്തു. അപ്പുറം അലീനയുടെ നിശ്വാസത്തിൻ്റെ വേഗത കൂടി. സണ്ണി, സണ്ണിയെ! ആദം നിന്നിടത്ത് നിന്ന് ചീറി. സണ്ണി ഒരു ഇന്നോവ കാറിൻ്റെ അടിയിൽ നിന്നും തല മാത്രം പുറത്തേക്ക് ഇട്ടുകൊണ്ട് ആദമിനെ തറപ്പിച്ച് നോക്കി. എന്നെ തെച്ചായ, എന്തേലും പ്രശ്നമുണ്ടോ? സണ്ണി വിളിച്ചു ചോദിച്ചു. നീ അതിൻ്റെ അടിയിൽ നിന്ന് എണീറ്റ് വാടാ ആദ്യം. ഓ, ഒന്ന് പോയേച്ചായ, കളിക്കാതെ. വൈകുന്നേരം കസ്റ്റമർ വന്നാൽ കൊടുക്കാനുള്ളതാ. സണ്ണി ചുണ്ടു കൂട്ടിക്കൊണ്ട് തിരികെ ഇന്നോവയുടെ അടിയിലേക്ക് തന്നെ വലിയാൻ നോക്കി. എടാ, അത് ആ ബിനിലിനെ ഏൽപ്പിക്ക്. നീ ഇറങ്ങി വാ, വണ്ടി എടുക്ക്. ആദം ആക്രോശിച്ചു. സണ്ണി പിന്നെയും സംശയത്തോടെ ആദമിനെ തന്നെ നോക്കി. അവൻ കൈകൾ കൂട്ടിത്തിരുമ്മി പാഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ രംഗം പന്തിയല്ല എന്ന് സണ്ണിക്കും തോന്നി. സണ്ണി വേഗത്തിൽ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റു. കയ്യിൽ പറ്റിയിരുന്ന ഓയിലെല്ലാം അടുത്തിരുന്ന ഒരു തുണിയിൽ പെട്ടെന്ന് തൂത്തു കളഞ്ഞു. ബിനിലെ, ആ ചാവി ഇങ്ങെടുത്തേടാ. സണ്ണി ഉള്ളിലേക്ക് നോക്കി അല്പം ഉച്ചത്തിൽ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ ഉള്ളിൽ നിന്നും പുറത്തു വന്നു. ചുമരിൽ തൂക്കിയിരിക്കുന്ന ചാവി സണ്ണിക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. ബിനിലെ, ഇന്നോവ വൈകിട്ട് എടുക്കാൻ ആൾ വരും. ശരിയാക്കി കൊടുത്തേക്കണം കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ വരാം. ഇനി വന്നില്ലേൽ കട പൂട്ടി നീ പൊക്കോ. അമ്മച്ചിയോടും സ്റ്റെല്ലയോടും ഞാൻ ഇച്ചായൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ മതി. സണ്ണി പറയുന്നതിനൊപ്പം തന്നെ ബിനിൽ തലയാട്ടി. സണ്ണിയുടെ അനിയനാണ് ബിനിൽ. ചെറുപ്പം മുതലേ ആൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. എങ്കിലും ഭയങ്കര ചുറുചുറുക്കാണ് ബിനിലിന്. എന്ത് കാര്യവും ആൾ ഞൊടിയിടയിൽ പഠിച്ചെടുക്കും. സണ്ണിയും അവൻ്റെ ഭാര്യ സ്റ്റെല്ലയും അമ്മച്ചിയും ബിനിലും, അതാണ് അവരുടെ ലോകം. ഇപ്പോൾ കുറച്ചു കാലമായി ആദമും. ഇച്ചായ, ഇത് തന്നെയാണോ വീട്? സണ്ണി ഇരുനിലയുള്ള ഒരു വീടിൻ്റെ മുന്നിൽ വണ്ടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. ആദം മറുപടിയൊന്നും പറയാതെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ചുറ്റുമൊന്ന് നോക്കി. 2-3 വ്യത്യസ്ത തരം വണ്ടികളുടെ ടയർ പതിഞ്ഞ പാട് മുറ്റത്ത് കിടപ്പുണ്ട്. ഒപ്പം ചവിട്ടി നീങ്ങിയ മണ്ണും. ഒരു പക്ഷേ മുറ്റത്ത് വെച്ചും അപ്പച്ചനും എതിർഭാഗമുള്ളവരും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കാം. ഉടനെ ഉമ്മറത്തെ ഡോർ തുറന്നുകൊണ്ട് കാശി മുന്നോട്ട് വന്നു. ആദമും സണ്ണിയും അവനെ തന്നെ ഉറ്റുനോക്കി. ആദം. കാശി സംശയത്തോടെ ഇരുവരെയും നോക്കി. ആദം ഒരടി മുന്നോട്ട് വെച്ചു. കാശിനാഥൻ. കാശി പേര് പറഞ്ഞുകൊണ്ട് അവരെ നേരെ കൈ നീട്ടി. ആദം തിരിച്ചു. അലീന അകത്തുണ്ട്. കാശി പറയുന്നതിനൊപ്പം തന്നെ ഉള്ളിലേക്ക് കയറി. പിറകെ നടന്നിരുന്ന ആദമിൻ്റെ കാലുകൾ ഒന്ന് നിശ്ചലമായി. അലീന. 2 വർഷങ്ങൾക്കിപ്പുറം ഒരു കണ്ടുമുട്ടൽ. ആദം ദീർഘമായി ഒന്ന് ശ്വസിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി. അമീറിനോട് എന്തോ സംസാരിച്ച് തിരിയവേ അലീന കാണുന്നത് തനിക്കരികിലേക്ക് നടന്നു വരുന്ന ആദമിനെയാണ്. ആദമും ആ നിമിഷം അവളെ കണ്ടിരുന്നു. അവളുടെ ഹൃദയം കനത്തു.
തൊണ്ടയിൽ എന്തോ കൊളുത്തി വലിക്കും പോലെ. ആദമിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നോവ് ഉയർന്നു വന്നു. അലീന നിറഞ്ഞു വന്ന കണ്ണുകൾക്കിടയിലൂടെ അവനെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. ഒന്ന് ചിമ്മി തുറക്കുമ്പോൾ ഒരു പക്ഷേ ആൾ മാഞ്ഞു പോയാലോ. പൊടുന്നനെ അലീനയുടെ കണ്ണിലേക്ക് ഒരു പെൺകുട്ടിയുടെ മുഖം ഓടി വന്നു. കരിഞ്ഞുപോയ മുഖത്തിൻ്റെ ഒരു ഭാഗം പൊത്തിപ്പിടിച്ചുകൊണ്ട് അലറിക്കരയുന്ന ഒരുവളുടെ മുഖം. വേദനയും പുകച്ചിലും കൊണ്ട് സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തുടങ്ങിയവളുടെ മുഖം. അതിന് കാരണക്കാരനായവനാണ് മുന്നിൽ എന്ന തോന്നൽ അവളുടെ തലച്ചോറിൽ ശക്തിപ്പെട്ടു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണുനീർ ദിശ മാറി ഒഴുകി. ആദം അന്നേരം അവളെ പഠിക്കുകയായിരുന്നു. ആദ്യം തന്നെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ നിഴലിച്ച വിരഹവേദന, പിന്നെ അത് പരിഭവമായി മാറി, പിന്നീട് അത് സങ്കടമായി, ഏറ്റവും ഒടുവിൽ അവളുടെ കണ്ണുകളിൽ തങ്ങി നിൽക്കുന്ന വെറുപ്പ്. ആദം അലിവോടെ അവളെ ഒന്ന് നോക്കി. അലീന മിഴികൾ താഴ്ത്തി നിന്നതേ ഉള്ളൂ. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല. ഓരോ ചുവടും നോക്കിയും കണ്ടു വേണം, ഇല്ലെങ്കിൽ ജീവന് തന്നെ ആപത്താണ്. ആദം അമീറിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അറിയാമായിരുന്നു അപകടത്തിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നതെന്ന്. പക്ഷെ അന്നേരം മുന്നും പിന്നും ആലോചിച്ച് നിന്ന ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത മുന്നിട്ട് നിന്നു. അമീർ അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടിത്തിരുമ്മി. ആദം മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അപ്പച്ചനൊപ്പം റോഷനെയും ആ പെൺകുട്ടിയെയും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിക്കണമെന്ന് ആദം കണക്കുകൂട്ടിയിരുന്നു. പൊടുന്നനെ അമീറിൻ്റെ ഫോൺ ബെല്ലടിച്ചു തുടങ്ങി. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വന്ന ഫോൺ കാണെ അവന് നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവരായിരിക്കും. ഡോക്ടർ ഫോൺ എടുക്ക്, നേരത്തോട് നേരെ അടുത്തില്ലേ, ഭീഷണി മുഴങ്ങേണ്ട നേരമൊക്കെ ആയി. ആദമിൻ്റെ ചുണ്ടിൽ പരിഹാസത്തിൽ കുതിർന്ന ഒരു ചിരി മിന്നി മറിഞ്ഞു. ഹലോ. അമീർ പിടയുന്ന ഞരമ്പുകളെ വരുതിയിലാക്കിക്കൊണ്ട് ഫോൺ ചെവിയോട് ചേർത്തു. കുഞ്ഞേ, എന്താ ശബ്ദത്തെ ഒരു സങ്കടം പോലെ. ആദ്യം നേടി കണ്ടപ്പോൾ ഉണ്ടായിരുന്ന വീര്യൊന്നുമില്ലല്ലോ. ദയാനന്ദയുടെ വാക്കുകൾ അമീറിൻ്റെ കർണപുടത്തിലേക്ക് തുളഞ്ഞു കയറി. അവരെവിടെ? അമീർ അണപൊട്ടി ഒഴുകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കോപത്തെ വരുതിയിലാക്കിക്കൊണ്ട് ദയാനന്ദയോട് ശാന്തമായി തന്നെ ചോദിച്ചു. മറുതലക്കിൽ നിന്നും ഒരു പൊട്ടിച്ചിരിയായിരുന്നു ഉത്തരം. ആദമിന് അന്നേരം അയാളുടെ കവിളടിച്ച് തിരിക്കാൻ തോന്നി. ആദം മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ദേഷ്യമടക്കി. നിന്നെ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ ശാന്തത, ഇതുവരെ ഒരു ശത്രുവിലും കാണാത്ത ഒരു പ്രത്യേകത, അതാണ് എനിക്കിഷ്ടമായത്. അതാണ് എനിക്ക് ആദ്യം വേണ്ടത്. അതാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. ഭയക്കണം നീ, അലറിക്കരയണം. ദയാനന്ദയുടെ വാക്കുകൾക്ക് മൂർച്ച കൂടി. ഡോ കള്ള സ്വാമി, തൻ്റെ അവസാനത്തെ കളിയാണ് ഇതെന്ന് ഓർത്തോ. ഇതോടെ തൻ്റെ ജീവിതം അങ്ങ് കഴിഞ്ഞെന്ന് കൂട്ടിക്കോ. കാശി അമീറിൻ്റെ കയ്യിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് ദയാനന്ദക്ക് നേരെ ചീറി. ആ, മോനിപ്പോഴും ജീവനോടെ ഉണ്ടോ? കൊന്നിട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും എൻ്റെ ആശ്രമത്തിൽ കയറി എൻ്റെ ശിഷ്യനെ കൈവച്ചതല്ലേ. ആദ്യം ആ കൈ, പിന്നെ ജീവൻ. അങ്ങനെയാ സ്വാമി കണക്ക് കൂട്ടിയിരുന്നേ. അയാൾ ക്രൂരമായി ഒന്ന് ചിരിച്ചു. പറ, താൻ എവിടെയുണ്ട്? ഞാൻ വരാം. കൈയും ജീവനും ഒക്കെ ഒരുമിച്ച് അങ്ങ് തന്നേക്കാൻ തനിക്ക്. കാശി മുറുകിയ മുഖത്തോടെ നിന്ന് കിതച്ചു. ആവേശം വേണ്ട കുഞ്ഞേ. ആദം കാശിയുടെ തോളിലേക്ക് കൈയിട്ട് നിന്നുകൊണ്ട് പതിയെ അവനോട് പറഞ്ഞു. കാശി ദീർഘമായി ഒന്ന് ശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണുകൾക്ക് അപ്പുറം ആ മുഖം, പിടഞ്ഞു കരയുന്നവളുടെ മുഖം, മുറിവേറ്റ മനസ്സുമായി തേങ്ങിയവളുടെ മുഖം. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവൾ തനിക്ക് ആരൊക്കെയോ ആയി മാറിയിരിക്കുന്നു. ഇനിയും ആ ചെന്നായ്ക്കൾക്ക് അതിനെ വലിച്ചു കീറുമോ? കാശിക്ക് പൊടുന്നനെ രോഷം നിറഞ്ഞു. ആദം ഫോൺ കാശിയുടെ കയ്യിൽ നിന്നും വാങ്ങി അമീറിന് നേരെ നീക്കി വെച്ചു കൊടുത്തു. പറ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ ആളുകളെ തിരികെ കിട്ടണം. അമീർ തൻ്റെ ഭാഗം മുന്നോട്ട് വെച്ചു. നിന്റെ വിരൽ തുമ്പിൽ തന്നെയാണ് എൻ്റെ ഭാവി എന്ന് പറഞ്ഞില്ലേ? ആദ്യം ആ വീഡിയോ, പിന്നെ ആ വിരലും. അയാൾ ചിരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ എവിടെ വരണം? അമീർ ശാന്തത കൈവെടിഞ്ഞില്ല. മിടുക്കൻ, പറയാതെ തന്നെ നീ ഓരോന്നും ഊഹിച്ചെടുക്കുന്നു. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ വിവരം തരും. അവിടെ വന്നേക്കണം, നീയും നിന്റെ കൂട്ടുകാരനും, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. വന്നിരിക്കും. അമീറിൻ്റെ വാക്കുകളിൽ തെല്ലും ഭയം നിറഞ്ഞിരുന്നില്ല. മറുഭാഗം ഫോൺ കട്ടായി. സൂക്ഷിച്ച് നീങ്ങണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരുത്തൻ വേറെ ഒരുത്തന്നെ ഇട്ടിട്ടോടരുത്. എന്തിനും തയ്യാറായി വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ നമ്മളെ ആശ്രമത്തിലോട്ട് തന്നെ വിളിക്കും. നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താലോ എന്നൊരു തോന്നൽ അയാൾക്കിപ്പോൾ ഉണ്ടാവും. അപ്പോൾ അസ്വാഭാവികത ഒന്നുമില്ലാത്തൊരു സ്ഥലം തന്നെ അവർ തിരഞ്ഞെടുക്കും. അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് പോലീസിന് കയറാനുള്ള നൂലാമാലകൾ, പ്രത്യേകം പെർമിഷനൊക്കെ കൊണ്ട് പോലീസ് എത്തുമ്പോഴേക്കും അവർ ഭക്തജനങ്ങളെ തിരിച്ചുവിടും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അതിനുള്ളിൽ കിടന്ന് തീർന്നാൽ പോലും ബോഡി പുറത്ത് കടക്കണമെങ്കിൽ ദയാനന്ദ തന്നെ വിചാരിക്കണം. ആദം മുന്നറിയിപ്പ് നൽകി. സണ്ണി, നീ പുറത്തു വേണം. നിനക്കറിയാമല്ലോ എന്താ വേണ്ടതെന്ന്. ആദം സണ്ണിയെ തന്നെ നോക്കി.
പിന്നെ അല്ലാതെ. സണ്ണി ആവേശത്തോടെ മുന്നോട്ട് വന്നു. 10 മിനിറ്റിനകം ദയാനന്ദ അവരെ വിളിച്ചുകൊണ്ട് ആശ്രമത്തിലേക്ക് തന്നെ വരാൻ പറഞ്ഞു. കാശിയും സണ്ണിയും ചെറിയൊരു ആശ്ചര്യത്തോടെ ആദമിനെ ഉറ്റുനോക്കി. ആദം ചൂണ്ടുന്ന വഴിയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അതിനോടകം അമീർ ഊഹിച്ചിരുന്നു. പുറപ്പെട്ടു പോകാൻ ഒരുങ്ങിയവർക്ക് അരികെ അലീന വന്ന് നിന്നു. ഞാനും വരുന്നു, അലീന അമീറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. അതുവരെ മുഖം തരാതിരുന്ന ആദമിൻ്റെ നോട്ടം തന്നിൽ പിടഞ്ഞു വീഴുന്നത് അലീന അകക്കണ്ണിൽ കണ്ടു. ആരും വരുന്നില്ല. ആദം കയ്യിലിരുന്ന കത്തിയുടെ മൂർച്ച ഒന്നുകൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് മടക്കി ഷൂവിൻ്റെ ഇടയിലേക്ക് തിരുകിക്കൊണ്ട് പറഞ്ഞു. ഡോക്ടറെ, എന്നെയും കൊണ്ടുപോ. അലീന ആദം പറഞ്ഞത് പാടെ അവഗണിച്ചു വിട്ടു. മോളിവിടെ നിൽക്ക്, നിന്നെ ഇതുവരെ അവർ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല, ഇനിയും അത് വേണ്ട. അമീർ അവളുടെ തോളിൽ ചെറുതായി ഒന്ന് തട്ടിവിട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ എങ്ങനെ ഇവിടെ തനിച്ച്? അലീനക്ക് സങ്കടം വന്നു. തനിച്ച് നിന്നാ എന്നാ ജാൻസി റാണിക്ക് പേടിയോ? ആദമിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ പരിഹാസം നിറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിച്ചോ? അലീന ദേഷ്യത്തോടെ ആദമിൻ്റെ നേരെ തിരിഞ്ഞു. പിന്നെ എന്നാത്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുകയും വേണ്ടി വരും. ആദം മുഖം കൊടുക്കാതെ തന്നെ പറഞ്ഞു. എനിക്ക് വന്നേ പറ്റൂ. നിങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ താൻ എൻ്റെ ആരാ? അലീന അവന് നേരെ ചീറി. പൊടുന്നനെ ആദം നിശബ്ദനായി. അവൻ അലീനയുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. ആരുമല്ലേ ഞാൻ എന്നൊരു ചോദ്യം അവൻ്റെ ആത്മാവിൽ നിന്നും അവളുടെ ഹൃദയത്തിലേക്ക് കയർത്തുകൊണ്ട് തട്ടിക്കയറി ചെന്നു. അലീന അന്നേരം ആദമിൻ്റെ കണ്ണുകളിൽ കുരുങ്ങിപ്പോയി. വരണമെങ്കിൽ വാ, അത്രയും പറഞ്ഞുകൊണ്ട് ആദം പുറത്തേക്കിറങ്ങി. സണ്ണി അലീനയെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ആദമിന് പിന്നാലെ ചെന്നു. തുടരും. സൂര്യകാന്തി.